ഓം ശാന്തി. ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്ര പോവണം എന്നാഗ്രഹിക്കുന്നെങ്കിൽ, എൻ്റെ യാത്രയിൽ എന്നും എനിക്ക് സന്തോഷവും ആനന്ദവും സുഖവും വേണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ, അത് തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ മാറ്റം കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. പലപ്പോഴും ഞാൻ പലരിലും കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ കുറച്ചൊന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും, ഈവൻ ചെറിയ ചെറിയ വിജയങ്ങൾ സ്വന്തമാക്കുമ്പോഴത്തേക്കും, ഒരു ജോലി കിട്ടി, വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളതായിട്ടുള്ള മാർഗ്ഗമൊക്കെ നമ്മുടെ അടുത്തുണ്ട്, ഇനിയിപ്പോൾ അങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യം എന്താ ഉള്ളത്, ഞാനിപ്പോൾ സക്സസ്ഫുള്ളാണ്, കംഫർട്ടായിട്ട് പോകുന്നുണ്ട് എന്ന ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നോട്ടുള്ള യാത്ര അവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഇതായി, ഇത് മതി എന്ന് വിചാരിക്കുന്നു. നോക്കൂ, അതുകൊണ്ടാണ് പലപ്പോഴും ഒരു ലോവർ ലെവലിൽ നിന്ന്, എന്നുവെച്ചാൽ അർത്ഥം കഷ്ടപ്പെട്ട് ജീവിക്കാനായിട്ട് അന്നന്നത്തെ വകയില്ലാതെ ജീവിച്ചിരുന്നവർ പോലും കഷ്ടപ്പെട്ട് ലോവർ ക്ലാസ്സിൽ നിന്ന് മിഡിൽ ക്ലാസ് വരെ കയറി വരും. മിഡിൽ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞോട് കൂടിയിട്ട് മൈൻഡ് സെറ്റപ്പ് മാറി ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിലായി. ഓക്കെ, നൗ ഐ ആം ഓക്കെ, എവറിത്തിങ് ദർ, എനിക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്, അത്യാവശ്യം നല്ലൊരു ജോലിയുണ്ട്, കഴിഞ്ഞു പോകാനുള്ളതായിട്ടുള്ള വരുമാനമുണ്ട്, വീടുണ്ട്, സുഖമുണ്ട്, ഇനി ഞാൻ എന്ത് നേടാൻ എന്ന ഒരു മനോഭാവം. ഈ മനോഭാവത്തിൽ മുന്നേറുന്നതോട് കൂടിയിട്ട് അവരുടെ ജീവിതത്തിലെ ഗ്രോത്ത് അവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ മറ്റൊരു നെഗറ്റീവ് സൈഡുണ്ട്. അങ്ങനെ ജീവിച്ചു പോകുന്നത് കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടോ? ഒരപകടവും ഇല്ല. പക്ഷേ ഒരു കാര്യം മാത്രം, അതുണ്ടാക്കി വെക്കുന്ന മറ്റ് ചെറിയ റിസൾട്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരിക എന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെയുള്ള ഒരു മനോഭാവത്തോടെ ജീവിക്കുന്നവർക്ക് ആ ഒരു പ്രോബ്ലം വരിക എന്ന് കേൾക്കുമ്പോഴത്തേക്കും, അയ്യോ എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ, സ്വസ്ഥമായിട്ടൊന്ന് പോവുമായിരുന്നു, ദാ വന്നു പ്രശ്നം എന്ന ഒരു മനോഭാവം വരെയും എനിക്കിതാവില്ല എന്നൊരു തോന്നലും അവരുടെ ജീവിതം നേരെ താഴേക്കുള്ള യാത്രയിൽ പോകുന്നതും കാണാം. അതുകൊണ്ട് ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിനെ മാറിക്കൊണ്ട് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ വളർച്ചയിലേക്ക് മുന്നോട്ട് ഈ ജീവിതത്തിൽ യാത്ര എത്രത്തോളം ഹൈറ്റ്സിലേക്ക് പോവാമോ അത്രത്തോളം പോവാൻ വേണ്ടി നമുക്ക് തന്നതായിരിക്കുന്ന ഈ ഒരു വാല്യുബിൾ ആയിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റായ ദേഹവും, ഇത്രയും നല്ല പവർഫുള്ളായിട്ടുള്ളൊരു മൈൻഡും, ഇങ്ങനെയുള്ളതായിരിക്കുന്ന അതിശക്തിശാലിയായിരിക്കുന്ന ബുദ്ധിയും ശ്രേഷ്ഠ സംസ്കാരവും, ഇതിനെയൊക്കെ തന്നെ ജീവിക്കുന്ന അവസാന നിമിഷം വരെ ഈ ലോകത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ഒരു വിചാരത്തോടു കൂടെ ജീവിക്കുകയാണെങ്കിൽ, ആ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ജീവിതത്തിൽ എന്തൊരു പ്രോബ്ലം വന്നാലും അതിനെന്താ, അത് നമുക്കൊന്ന് നോക്കാലോ എന്ന ഒരു മനോഭാവം ക്രിയേറ്റ് ചെയ്യും. മീൻസ് പ്രശ്നത്തിന് നേരെ റിയാക്റ്റീവ് ആകാതെ അതിനെ പ്രോ ആക്റ്റീവ് ആയിക്കൊണ്ട്, മീൻസ് ഒരു നല്ല പോസിറ്റീവായിരിക്കുന്ന പ്രതികരണത്തിലൂടെ മനോഭാവത്തോടെ മുന്നോട്ട് പോകാനുള്ള ശക്തിയും ഊർജവും നമുക്ക് പ്രദാനം ചെയ്യും. ഈ ആരാണോ നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട്, ഈ രീതിയിൽ അവർ വിചാരിച്ച നേട്ടങ്ങളൊക്കെ നേടി എന്ന് വിചാരിച്ച് പോകുന്ന ആൾക്കാർ, ഇനി എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരണം എന്ന് വിചാരിക്കുമ്പോൾ അവരതിനെ വല്ലാണ്ട് റിയാക്ട് ചെയ്യാറുണ്ട്, അത് റിജക്റ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ എതിർക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു നല്ല ഇമേജൊക്കെ എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ കാര്യം ചെയ്തിട്ട് അഥവാ മോശമായി പോയി കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമേജിന് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന അവരുടെ ഭയം അവരെ ആ കാര്യം ചെയ്യാനായിട്ട് അനുവദിക്കില്ല. അതുകൊണ്ട് ഫിക്സഡ് മൈൻഡ് സെറ്റ് ഒരു തവണ നമ്മുടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ, ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു മാറ്റത്തെ സ്വീകരിക്കാനായിട്ടുള്ള റിയാക്റ്റീവ് ആയിരിക്കുന്ന മൂഡ് ക്രിയേറ്റ് ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിലെ സംബന്ധങ്ങളിലും ജീവിതത്തിൻ്റെ സുഖവും മധുരവും ഇല്ലാതാക്കുകയും ചെയ്യും. അതവരെ സ്ട്രെസ്ഡാക്കി മാറ്റും, ടെൻഷൻ ഫുള്ളാക്കി മാറ്റും. പിന്നെയുള്ളതായിട്ടുള്ള സമയത്തിന് വേണ്ടതിനും വേണ്ടാത്തതിനും എനിക്ക് അങ്ങനെ പറ്റൂ, എനിക്കിതാവില്ല, എനിക്ക് അങ്ങനെ ആവില്ല എന്നുള്ള രീതിയിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അവരുടെ ജീവിതത്തിലെ സ്വസ്ഥത ഇല്ലാതാക്കുന്ന ഘടകങ്ങളായിട്ട് മാറും. അതുകൊണ്ട് ജീവിതം നമുക്ക് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 30 വയസ്സിൽ അവസാനിക്കുന്നതല്ല. ഒരു വീടും ഒരു ജോലിയും ഒരു കാര്യവുമായി ഇനി വേണ്ട എന്ന് വിചാരിക്കുന്നതല്ല. ഈ ജീവിതം അവസാന നിമിഷം വരെ സഫലമാക്കാനുള്ളതാണ്. നമുക്ക് ഈശ്വരനാൽ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ ടാലൻറ്റുകളും, ഒരു മനുഷ്യന് ഭഗവാൻ തന്ന എല്ലാ കഴിവുകളും എല്ലാ ഗുണങ്ങളും എല്ലാ ശക്തികളും നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ അസറ്റുകളെല്ലാം തന്നെ അതിനെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചു ചെല്ലുമ്പോഴാണ് ഈ ജീവിതം അമൂല്യമെന്ന് നമുക്ക് കരുതാനാവൂ. അതുകൊണ്ട് അതിന് എന്നും വളരാനുള്ള ഒരു മനോഭാവം,
ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്. മനസ്സിലാണ് ഇതെല്ലാം കിടക്കുന്നത്. എന്ത് പ്രശ്നം വന്നാലും പ്രശ്നം എല്ലാവർക്കും വരും. ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകൾ അതിൽ സ്ട്രെസ്ഫുൾ ആവുമെങ്കിൽ, ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾ അഥവാ എനിക്ക് വളരണം എന്ന മനോഭാവമുള്ള ആളുകൾ ആ എല്ലാ പ്രോബ്ലത്തിനും ഒരു ക്രിയേറ്റിവിറ്റീനെ അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയമായിട്ട് കണക്കാക്കും. ഞാൻ വായിച്ചിട്ടുണ്ട് ക്രിയേറ്റിവിറ്റിയുടെ ആധാരം തന്നെ റിസ്ക് ടേക്കിംഗ് ആണ് എന്ന്. ജീവിതത്തിൽ എപ്പോഴാണോ പ്രശ്നങ്ങളെ നേരിടാൻ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത്, അത് നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു അനുഭവം തന്ന്, ഒരു പാഠം തന്ന്, ജീവിതത്തിൽ കുറേയും കൂടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കി കടന്നു പോകുന്നതായിരിക്കും. അതേസമയം ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ, മാറ്റം നിങ്ങൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരും. അത് കടന്നു പോകുമ്പോൾ ഒരുപാട് നഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും ഉണ്ടാക്കിയിട്ടേ കടന്നു പോകും. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയും. ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളാണെങ്കിൽ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പോയി വിചാരിച്ച അവസ്ഥയിൽ അത് നേടിയെടുത്തില്ലെങ്കിൽ അതോടുകൂടി അവരുടെ മനസ്സിൽ അവരുണ്ടാക്കി വെച്ചൊരു ചിത്രം ഉണ്ടാവും. അതേ റെസ്പോൺസ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവും. കുറച്ച് മനസ്സ് ഡിസ്റ്റർബ്ഡ് ആയിട്ട് വരുമ്പോഴായിരിക്കും വണ്ടി പഞ്ചറാവുന്നത്. ഓ നോക്ക്, ഇന്നത്തെ ദിവസം മോശമാണ്, എൻ്റെ വണ്ടി പഞ്ചറായി, ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരന് ഫോൺ ചെയ്തു. കൂട്ടുകാരനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ഇതെന്താ കഥ, ഇന്നത്തെ ദിവസേ പോക്കായി എന്നായിരിക്കും ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആൾ പറയുന്നത്. അതേസമയം ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഞാൻ എൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് സാരല്ലേ, ഒരു ദിവസം കൊണ്ട് അവസാനിക്കുകയാണോ, തമാശയായിട്ട് പറയാറില്ലേ, എവരി ഫോക്സ് ഹിസ് ഓൺ ഡേ, എല്ലാവർക്കും അവനവൻ്റെ ഒരു ദിവസം ഉണ്ടെന്നേ, നല്ല ദിവസത്തെ നമുക്ക് നന്നായി പോവാം, പോട്ടെ, ഇതിലൂടെ നേടാവുന്നതല്ലേ ഉള്ളൂ എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ആ ഫിക്സഡ് മൈൻഡ് സെറ്റിന് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ അവസാന നിമിഷം വരെ ആസ്വദിച്ചുകൊണ്ട്, റിട്ടയർമെൻറ്റ് കിട്ടി വീട്ടിലേക്ക് പോകുമ്പോഴും ഇനി എൻ്റെ വർക്ക് ചെയ്യാനുള്ളതെല്ലാം അവസാനിച്ചു എന്ന് അവർ വിചാരിക്കില്ല. ഇവിടെ നിന്ന് ഞാൻ തുടങ്ങാൻ പോവുമല്ലേ എൻ്റെ ജീവിതം എന്ന് ചിന്തിക്കാനുള്ള രീതിയിലുള്ള ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് ഒന്നും ഒരിക്കലും അവസാനിക്കുകയല്ല, ഇതെല്ലാം തുടർച്ചയാണ്, അവസാനിക്കുന്നു ഇല്ലല്ലോ. ഒരു മരണം തന്നെ മറ്റൊരു തുടക്കത്തിലേക്കുള്ളതായിട്ടുള്ള യാത്രയാണ്. ഇവിടുത്തെ എല്ലാ സമ്പാദ്യത്തിൻ്റെയും കണക്ക്, സ്ഥൂല സമ്പാദ്യത്തിൻ്റെ അല്ല, പുണ്യകർമ്മത്തിൻ്റെ, നല്ല കർമ്മങ്ങളുടെ, ശ്രേഷ്ഠ സംസ്കാരത്തിൻ്റെ എല്ലാം കണക്കുകൾ, അഥവാ കട ആണെങ്കിലും അത് സമ്പാദ്യമാണെങ്കിലും അതുകൊണ്ട് ഇനിയൊരു യാത്ര ആരംഭിക്കുകയാണ്. അതുകൊണ്ട് സദാ നമ്മുടെ അക്കൗണ്ട്സിനെ പോസിറ്റീവാക്കി വെക്കാൻ, സദാ നമ്മുടെ ജീവിതത്തെ ഹാപ്പിയസ്റ്റ് ആക്കി വെക്കാൻ, ഓരോ നിമിഷവും മോട്ടിവേറ്റഡ് ആയിക്കൊണ്ട്, ഓരോ നിമിഷവും എൻജോയ്മെൻ്റ് ആക്കിക്കൊണ്ട് ജീവിക്കാൻ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒന്നും എവിടെയും അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. എന്നും പഠിക്കാൻ, എന്നും നേടാൻ, എന്നും മാറ്റത്തെ സ്വീകരിക്കാൻ, പുതിയ പുതിയ അനുഭവങ്ങൾക്ക് തയ്യാറാവാൻ നിങ്ങൾ റെഡിയാണോ? ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത ജീവിതത്തിലെ ഏത് അവസ്ഥയിലും നമുക്ക് മടുക്കില്ല, ഇനിയും മുന്നോട്ട് എന്ന് ജീവിക്കാൻ വേണ്ടതായിട്ടുള്ള ആശ, ജീവിക്കാൻ വേണ്ടതായിരിക്കുന്ന അന്തരീക്ഷം സ്വാഭാവികമായി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടും. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.